ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോജക്റ്റിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്, ഒരു വീഡിയോ ആണിത്. ഇത് ചുള്ളിയാണ്. ഇതൊരു റോസിൻ്റെ വെട്ടിക്കളഞ്ഞ ചുള്ളി കമ്പാണ്. അതുപോലെ തന്നെ വുള്ളൻ ത്രെഡ് കൊണ്ട് ഫ്ലവറാക്കി അതിനെ ഒരു യെല്ലോ ഫ്ലവറിൻ്റെ ട്രീ ആക്കി എടുക്കാനായിട്ടാണ്. ഇത് മുൻപേ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഇട്ടതാണ്. ഇത് അതിൻ്റെ വീഡിയോ ആണ്. കുട്ടികളും ഒക്കെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വളരെ രസകരമായിട്ട് വളരെ സന്തോഷത്തോടെ കുട്ടികൾ തൊട്ട് അയലത്തെ 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ വെക്കേഷന് വീട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് മോനുമായിട്ടിരുന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു എനിക്കതൊക്കെ. അപ്പം ഇത് ഞാനൊരു ഒരു പപ്പിക്കുട്ടി ചെയ്തതിൻ്റെ ബാലൻസ് കുറേ ഇതുപോലെ വുള്ളൻ ത്രെഡ് കട്ട് ചെയ്ത് വൈറ്റും യെല്ലോയും കൊണ്ടൊരു പപ്പിക്കുട്ടിയെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറേ ത്രെഡുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെ ഒരു ചുള്ളി എടുത്തുകൊണ്ട് വന്ന ഒരു ഉണങ്ങിയ തണ്ട്, അത് റോസ് ഫ്ലവറിൻ്റെ ആണ്, പല ശിഖരങ്ങളുള്ളതുകൊണ്ട് അത് തന്നെ ബെസ്റ്റെന്ന് വിചാരിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഫെവിക്കോളും ഒഴിച്ച് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് എടുത്ത് വെക്കും തോറും ഇതിങ്ങനെ വീണുകൊണ്ടേയിരുന്നു. അപ്പോൾ ഫെവി ബോണ്ടും കൂടി അത് ഉപയോഗിക്കേണ്ടി വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചുറ്റും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരുമൊക്കെ വാരിയിട്ട് വളരെ സന്തോഷമായിട്ട് തോന്നിയൊരു നിമിഷമായിരുന്നു ഇത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മോനും ഉണ്ട്. പിന്നെ അതിലൊരു ചെറിയ ക്ലേ കൊണ്ടൊരു ചെറിയ ബേർഡ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ ഇതുപോലൊരു ബേർഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കല്ലായിരുന്നു. ഇതുപോലൊരു അത് പിങ്ക് കളറിൻ്റെ ഒരു ചെറിയൊരു ട്രീ. നമുക്ക് ഏത് കളറിന് വേണമെങ്കിലും ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾക്കെല്ലാം പ്രോജക്റ്റ് വർക്കുകളും ഒക്കെ ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ എക്സിബിഷൻ ടൈമിന് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ കൊന്നപ്പൂവിൻ്റെ ഒരു ട്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് ലീവ്സുകളും ഒക്കെ നമ്മൾ അഡീഷണലായിട്ട് കട്ട് ചെയ്ത് വെറും പേപ്പറിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി. കൊന്നപ്പൂവിൻ്റെ ട്രീയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് ട്രീസ് വേണമെങ്കിലും നമുക്കിപ്പം ഗ്രീൻ കളറിൽ വുള്ളൻ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അത് വേണമെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെറുതെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിളിയേയും കൂടി ചെയ്തിരിക്കുകയാണ്. ചുറ്റും 2-3 പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടി ആ ഒരു വുള്ളൻ്റെ എല്ലാം വാരി ഇടാനും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് എടുക്കാനും പറ്റി. കണ്ടില്ലേ, അത് വാരി വെതറിയിട്ടാൽ മാത്രം മതി. ഒന്നും കെട്ടിവെക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ബേർഡിനെ ചെയ്തിട്ട് അതേ ഓറഞ്ച് കളറ് ചെയ്ത് അതിലോട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. ഇത് ഫെവിക്രൈലിൻ്റെ ചെറിയ ബോട്ടിൽസുകൾ, ഒഴിഞ്ഞ ബോട്ടിൽസുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ വേസ്റ്റ് ഐറ്റംസുകളും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴും തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാറുണ്ട് ഞാൻ. അതുകൊണ്ട് ഒരു സാധനവും എനിക്ക് വേസ്റ്റാക്കി കളയണമെന്ന് തോന്നത്തതേ ഇല്ല. എല്ലാം ശേഖരിച്ച് ഒരു കൂട്ടം സാധനങ്ങൾ തന്നെയുണ്ട്. പല ഐറ്റംസുകളുണ്ട്. വേസ്റ്റ് ക്ലോത്തുകളുണ്ട്, അതുപോലെ തന്നെ ബോട്ടിൽസുകളുണ്ട്. എല്ലാ ഐറ്റംസുകളും ഞാൻ ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. തക്ക സമയത്തിന് അത് എവിടുന്നെങ്കിലുമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് അത് പ്രയോജനപ്പെടുത്താറുണ്ട്. ഇപ്പം ഇത് കംപ്ലീറ്റ് ഈ ഒരു ശ്രദ്ധയുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഐസ്ക്രീം ബോട്ടിൽസും ഐസ്ക്രീം സ്റ്റിക്കുകളും എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസുകളും ഓരോ സെറ്റായിട്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടില്ലേ ചെയ്തെടുത്ത് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് സംസാരിച്ചും അവരെ കുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇതാണ്. അവരും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം തന്നെ പോണതറിയത്തില്ല. ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രീ ആണ്.